ആദ്യമേ പറയട്ടെ, ഇവിടെ കേട്ടു കൗൺസിലിംഗ് ക്ലാസ് ആണെന്ന്. അല്ല, കൗൺസിലിംഗ് ക്ലാസ്സിന് 4 മുതൽ 6 മണിക്കൂർ സമയം വേണം, LCD പ്രൊജക്ടർ വേണം, അങ്ങനെയാണ് കുറേ സംഭവങ്ങൾ. ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പ് പറയുന്നു. പക്ഷെ ആ പറയുമ്പോഴും ഇന്നത്തെ ഈ സ്റ്റേജ് 1756-ാമത്തെ സ്റ്റേജാണ് കഴിഞ്ഞ 10-12 വർഷം കൊണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റേജുകൾ വരെ എനിക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അല്പസമയത്തിനുള്ളിൽ മറ്റൊരാൾ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന് ഈ വേസ്റ്റും കഴുപ്പും വൃത്തികേടും അശുദ്ധിയും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ ക്ലാസ്സുകൾ അല്ല, എൻ്റെ പ്രഭാഷണങ്ങൾ എൻ്റേതല്ല, എൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ എൻ്റേതല്ല, അത് മറ്റൊരാളിൻ്റേതാണ്. ഞാൻ ജസ്റ്റ് ഒരു നിമിത്തം മാത്രമാകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ, മറുകൈയിൽ പബ്സ്, വാക്കിയകത്ത് പകുതി പബ്സ്, കയ്യിൽ വേറൊരു കയ്യിൽ ചായയും പിടിച്ച് ഇതെല്ലാം കൂടി ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, പറയുന്ന കാര്യത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് എത്താൻ പലർക്കും കഴിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന്, കാരണം നമ്മൾ ഒരുപാട് കഴിച്ചും കുടിച്ചും നമ്മളുടെ ശരീരത്തിൽ ഒരാഴ്ച പട്ടിണിക്ക് കിടന്നാൽ പോലും തീരാത്ത കൊഴുപ്പുണ്ട്. പക്ഷെ എനിക്കറിയില്ല ഈ പ്രവാസി കൂട്ടായ്മ എന്തിനാണ് ഇങ്ങനെ ഈ കൂട്ടി തീറ്റിപ്പൊട്ടിക്കുന്നത്, ഏറ്റവും കൂടുതൽ തീറ്റിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അപ്പം ഞാൻ സത്യത്തിൽ കാര്യങ്ങൾ പറയണോ അതോ നിങ്ങളെ സുഖിപ്പിച്ച് കുറച്ച് കള്ളങ്ങളൊക്കെ പറയണോ? കേൾക്കാൻ വയ്യ. ഞാൻ സത്യത്തിൽ സംസാരിക്കണമോ സുഖിപ്പിക്കണോ? സത്യത്തിൽ. ഇത് ഇടയ്ക്ക് ചില വിഷയങ്ങൾ ഉണ്ടായതിന് ശേഷം ഞാൻ പോകുന്ന എല്ലാ സ്റ്റേജിലും ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ സത്യം പറയണോ അതോ സുഖിപ്പിക്കണോ? നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നന്നായി സുഖിപ്പിക്കാൻ അറിയാമായിരുന്നു, കള്ളം പറയാൻ അറിയാമായിരുന്നു, പൊക്കി പറയാൻ അറിയാമായിരുന്നു, എല്ലാ തരികിടകളും അറിയാമായിരുന്നു. പക്ഷേ ഇപ്പം ഈ പല തരികിടകളും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം അതുകൊണ്ട് കയ്യിലുള്ള വേസ്റ്റ് പാത്രങ്ങളൊക്കെ മാറ്റുക. കാരണം ശുദ്ധിയും വൃത്തിയും ഉള്ള സ്ഥലത്ത് മാത്രമേ ആ പറഞ്ഞ സംഗതി വരൂ. ഒരു കാര്യം ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ തന്നെ വെക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, ഇതിനകത്ത് വിശ്വാസികളെല്ലാം ഒന്ന് കൈപൊക്കിയേ, ദൈവവിശ്വാസികളെല്ലാം. ഓക്കെ, നിങ്ങൾ വിശ്വാസിയോ വിശ്വാസമില്ലാത്തവരോ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏത് സംഘടനയോ ആരോ ഇതിനകത്തിരുന്നോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു, നിങ്ങൾക്കിന്ന് ഏറെ ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഈ ഷോയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല. ദൈവം ഉണ്ടെങ്കിൽ ആരുമുണ്ട്? പിശാചുമുണ്ട്. യുക്തി ബുദ്ധി അത്രയേ ഉള്ളൂ. കാണാപ്പാടം പഠിക്കുന്ന ആളല്ല ഞാൻ. ദൈവമുണ്ടെങ്കിൽ സാത്താൻ, പിശാച്, ഇബിലീസ്, ശൈത്താൻ, ഈ പറഞ്ഞ വാക്കിലുള്ള എല്ലാ ഇതുമുണ്ട്. പക്ഷേ ദൈവം ഷർട്ടും പാൻസ് ഇട്ടുകൊണ്ട് വരുമെന്നും പിശാച് ഓവർകോട്ടും കൊമ്പുമായിട്ട് വരും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ദൈവം ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് നമ്മുടെ വീട്ടിൽ വരുമെന്ന്. പക്ഷേ നമ്മൾ നല്ല മനസ്സിനുള്ള ആൾക്കാരാണെങ്കിൽ, നന്മയുള്ളവരാണെങ്കിൽ, പലപ്പോഴും നമുക്ക് വേണ്ട ആവശ്യങ്ങളിൽ അദ്ദേഹം മറ്റു പല ആൾക്കാരെ അയച്ചു തന്നും ആവശ്യങ്ങൾ സാധിപ്പിക്കാനുള്ള ചില പ്രത്യേക അവസ്ഥകൾ ഉണ്ടാക്കിയും നമ്മളെ അദ്ദേഹം സന്തോഷിപ്പിക്കും. അത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് നേരെ പിശാചിൻ്റെ അനുഗ്രഹം ഇവിടെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഷോയ്ക്ക് കുറഞ്ഞത് 2 തടസ്സമെങ്കിലും ഉണ്ടാകും. ഞാൻ പറഞ്ഞു, പിശാച് കൊമ്പും കുഴലും ഓവർകോട്ടും ഇട്ട് വരില്ല, ഇബിലീസ്. പിന്നെ അവൻ വരുന്നത് എങ്ങനെയാണ്? ഇന്ന് വരെ കറണ്ട് പോകാത്ത ഇവിടെ ഇപ്പം 2 വട്ടം കറണ്ട് പോയിപ്പിക്കും. മൈക്ക് ഇതുവരെ പ്രോബ്ലം ഉണ്ടാകാത്ത ഈ മൈക്കിൽ പ്രോബ്ലംസ് വരും. LCD പ്രൊജക്ടർ ഓണാവില്ല, ലാപ്ടോപ്പുകൾ ഓണാവാറില്ല. 1755 ഷോകളിൽ 1700 ഷോകളിലും ഈ 2ഉം 3ഉം പ്രാവശ്യമുള്ള തടസ്സങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ദൃഢവിശ്വാസികൾക്ക് മാത്രമേ ദൃഷ്ടാന്തങ്ങളുള്ളൂ എന്ന്. അല്പവിശ്വാസിക്കും പകുതി വിശ്വാസിക്കും വിശ്വാസമില്ലാത്തവർക്കും സംശയാലുക്കൾക്കും ഇതൊന്നും ബോധ്യപ്പെടില്ല.
ഇനി കുറച്ച് കഴിഞ്ഞ് കറണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും, പോകാതിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നു, എന്തായാലും അല്പം പിശാച് പിടിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ പിശാച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി, ദൈവിക ചൈതന്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി. സയൻസ്, ഞാൻ സയൻസിൻ്റെ അധ്യാപകനാണ്, ഞാൻ ബയോളജി സാറാണ്. എൻ്റെ ഒരു ഡോക്ടറേറ്റ് മൈക്രോബയോളജി, എൻ്റെ എംഫിൽ സൈറ്റോജെനറ്റിക്സ്, ജീൻ, DNA, ക്രോമസോം, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഘടന, അടിസ്ഥാനം. രണ്ടാമത്തെ ഡോക്ടറേറ്റ് സൈക്കോതെറാപ്പിയുടെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും കുടിച്ചു കഴിഞ്ഞോ? ഓക്കെ. ഒന്ന് ഫ്രണ്ടിലുള്ളവരല്ല, ബാക്കി എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ടൊന്ന് ഇരിക്കുമോ? എഴുന്നേക്കാനും വയ്യ. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയാൽ ഇരുന്നു, പിന്നെ കിടന്നു. ഒന്ന് എണീച്ചിട്ട് ഇരുന്നോളൂ. ഓക്കെ, ശരി, മതി. ആദ്യമേ രണ്ടാമതൊരു അപേക്ഷ, ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കേൾക്കരുത്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവൻ തെറ്റുകളായിരിക്കും. നിങ്ങളുടെ ഹൃദയം ഉപയോഗിച്ച് കേൾക്കുക, നിങ്ങളുടെ മനസ്സുപയോഗിച്ച് കേൾക്കുക, നിങ്ങളുടെ ആത്മാവിനെ ഉപയോഗിച്ച് കേൾക്കുക, കാണുക. കാരണം നമ്മൾ വാഗൊണ്ട് കള്ളം പറയുമ്പോഴും അകത്തിരിക്കുന്ന ആത്മാവെന്ന റൂഹ് ഒരിക്കലും കള്ളം പറയാറില്ല. ഞാൻ എൻ്റെ ഭാര്യയെ പറ്റിക്കുമ്പോഴും, ഞാൻ എൻ്റെ മാതാപിതാക്കളെ പറ്റിക്കുമ്പോഴും, ഞാൻ എൻ്റെ ഭർത്താവിനെ പറ്റിക്കുമ്പോഴും, ഞാൻ എൻ്റെ അധ്യാപകരോട് കള്ളം പറയുമ്പോഴും എൻ്റെ ഉള്ളിലിരിക്കുന്ന വിശുദ്ധ ഖുർആൻ 38-ാം സൂറത്ത് 72-ാം സൂക്തം, ആത്മാവിൻ്റെ, ആ പടച്ചവൻ്റെ, പരബ്രഹ്മത്തിൻ്റെ, പരമാത്മ, ഏത് പേര് പറഞ്ഞാലും ഒരു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടിയായ നമ്മളാണെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, രജിത് കുമാർ പറയും പരബ്രഹ്മത്തിൻ്റെ, പരമാത്മാവിൻ്റെ പ്രതിരൂപം എന്ന്. ജോസഫ് പറയും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിരൂപം എന്ന്. ഷമീർ പറയും പടച്ചവൻ്റെ പ്രതിരൂപം, അള്ളാഹുവിൻ്റെ പ്രതിരൂപം, യഹോവയുടെ, കർത്താവിൻ്റെ. ഇങ്ങനെ പല പല പേരുകളിലൂടെ ഒരു പിതാവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് അമ്പലത്തിലും ചർച്ചിലും മോസ്കിലും എല്ലാ സഹോദരങ്ങളുടെ ഇടയിലും, എല്ലാ കരയോഗങ്ങളിലും, SNDP യോഗങ്ങളിലും, മറ്റ് മദ്രസകളിലും, മറ്റ് പല എല്ലായിടത്തും ഒരേപോലെ പ്രവേശിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടാറുണ്ട്. അപ്പോൾ പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കുക, സ്വന്തം ഹൃദയം കൊണ്ട് കേൾക്കുക, ആത്മാവ് കൊണ്ട് ചിന്തിക്കുക, സത്യങ്ങളാണ് ശരിയാണ് എന്ന് തോന്നുകയും എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കളയുക. ഒരല്പം പിശാച് വന്നു അല്ലെങ്കിൽ പിശാച് പിടിച്ചു എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. എങ്ങനെയെന്ന് പറയട്ടെ. ഇന്നലെ രാത്രി സ്നേഹം തരാനും സാന്നിധ്യം അറിയിക്കാനായി ഒരു സഹോദരങ്ങൾ തന്നെ താമസിക്കുന്ന റൂമിലേക്ക് വന്നു. കൃത്യം 2 മണിക്ക് തുടങ്ങും എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചൊരു കാര്യം പോസ്റ്ററിലും ബാനറിലും കണ്ടു, 2 മണി മുതൽ 6 മണി വരെ. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, എനിക്ക് 4 മണിക്കൂർ കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ആ 4 മണിക്കൂർ കിട്ടുന്ന സന്തോഷമൊക്കെ അവരോട് ഞാൻ ഷെയർ ചെയ്തു. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും വലിയ ഫങ്ഷൻ കണ്ടപ്പോൾ എനിക്ക് വിഷമവും തോന്നി, എന്നാൽ മനസ്സിനകത്തൊരല്പം നഷ്ടബോധവും തോന്നി. വിഷമം തോന്നിയതല്ല, വമ്പന്മാരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളാണ് ഇവിടെ വന്നിരുന്നത്. അവർക്കെല്ലാം ആവശ്യത്തിനനുസരിച്ച് സമയം കൊടുത്തില്ല എന്നുള്ളതിൽ എനിക്ക് പരിഭവമുണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് അവരോട്, ഇവിടെ ഇല്ലെങ്കിലും അവരോട് ഞാൻ സോറി ചോദിക്കുന്നു. 2, എനിക്ക് 4 മണിക്കൂർ തരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം മണി 4 2 മണിക്കൂർ എന്നെ നഷ്ടപ്പെടുത്തിയതിന് അത് തുറന്നു പറയുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരുപക്ഷെ ദൈവത്തിനേറെ പ്രിയങ്കരൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്പമെങ്കിലും ദൈവാനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായി പറയാൻ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇന്നലെ എന്നെ കാണാൻ വന്ന ഏതോ സഹോദരന്മാരുടെ കയ്യിൽ നിന്നൊരു ഫോൺ വന്നപ്പോൾ നമ്പർ എഴുതാൻ ഞാനൊരു പേന മേടിച്ചിരുന്നു. അവർ വാങ്ങിക്കാതെ തിരിച്ചുപോയി. ആ സഹോദരനുണ്ടെങ്കിൽ, ആരുടെയാണ് ആ സഹോദരനുണ്ടെങ്കിൽ ഈ പേന തിരിച്ചെടുത്തോളണം. കാരണം എനിക്ക് അർഹതയില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു എൻ്റെ കയ്യിലോ എൻ്റെ അടുത്തോ ഇരുന്നാൽ, എൻ്റെ കുടുംബത്തിലോ ഇരുന്നാൽ അതിനേക്കാൾ 10 ഇരട്ടി നഷ്ടം എനിക്ക് സംഭവിക്കും എന്ന് അടുത്ത കുറച്ച് ദിവസമായി
എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലും എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ അക്കൗണ്ടിലും ഉണ്ടാകാവൂ. 12 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇതെപ്പം ഞാൻ പൊക്കിയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെക്കാൾ അടിച്ചുപൊളിയെ ഇന്നത്തെ യുവതലമുറയിലെ നമ്മുടെ ന്യൂ ജനറേഷനേക്കാൾ ഗംഭീര അടിച്ചുപൊളിക്കാരനായിരുന്നു. 12 വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു അതൊക്കെ വരും വഴി സമയം കിട്ടുകയാണെങ്കിൽ പറയാം. വളരെ സന്തോഷമുണ്ട്. നമ്മൾ തുടങ്ങുന്നു. എത്രയും ആദരണീയനായ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത അധ്യക്ഷൻ്റെ ക്വാളിറ്റി തന്നെ ഞാൻ മനസ്സിലാക്കി. അധ്യക്ഷൻ എൻ്റെ കാല് ചവിട്ടിത്തിരുമി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ കാലിലേക്ക് തൊട്ട് അദ്ദേഹം ഇങ്ങനെ നെഞ്ചിലേക്ക് വെച്ചു. ഞാൻ ഒരു സമയം ദൈവത്തിൽ ഓർത്തു, ഇപ്പോഴും ഇങ്ങനെയുള്ള പയ്യന്മാരും ആൾക്കാരും ഉണ്ടല്ലോ എന്നാഗ്രഹിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ മക്കളിൽ മെജോറിറ്റിയും ഉമ്മയും വാപ്പയും ഉപ്പുപ്പാനെയും ഉമ്മമാനെയും ചവിട്ടിത്തിരുമിയാൽ പോലും അതെന്താണെന്ന് പോലും പറഞ്ഞു കൊടുക്കാനോ അറിയാനോ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. കൂട്ടിച്ചേർത്ത് പറഞ്ഞു പോകുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ മനസ്സ് കാണിച്ച ഈ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും എൻ്റെ സഹോദരി തുല്യയായ വിശിഷ്ടാതി മാഡം, പേരറിയില്ല, ബാക്കി ഈ വേദിയിൽ ഉണ്ടായിരുന്ന വളരെ മഹത് വ്യക്തിത്വങ്ങൾ, ഏറെ വലിയ പണ്ഡിതന്മാർ, ആചാര്യന്മാർ, അതുപോലെ തന്നെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, 24 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം ഒന്ന് കൈപൊക്കിയേ. 24-ന് താഴെയുള്ളവരെല്ലാം ഓക്കെ. ഇവരോടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകൊണ്ട്. ഇതിൽ എന്നെ ചാനലുകളിൽ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈപൊക്കിയേ. ടോക്ക് ഷോകളിൽ നമ്മൾ തമ്മിൽ, ശ്രീകണ്ഠൻ നായർ ഷോ, പല ചുംബന സമരം, ജീൻസ് ലെഗിൻസ് ഒക്കെ നിങ്ങളതിൽ കാണുമ്പോൾ പലപ്പോഴും കണ്ടതെന്തായിരുന്നു? കുറേ പേരുടെ ചേർന്ന്, കുറേ ചെറുപ്പക്കാരുടെ ചേർന്ന് എന്നെ അടിച്ച് നിലംപരിശാക്കി അവർ സന്തോഷത്തോടെ പോകുന്നു. കാണുന്നതിൽ കുറേ പേർ സന്തോഷിച്ചു പോകുന്നു, കുറേ പേർ ദുഃഖിക്കുന്നു. ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ചാനൽ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി പോകുന്നു അത് കുറച്ച് കഴിഞ്ഞ് ഓർക്കുകയാണെങ്കിൽ പറയാം, അത് മാറ്റിവെക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യന് ഇത്രയും വലിയ ഫോട്ടോകൾ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ടെൻഷനാണ് വരാറ്. കാര്യം ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാന കാരണം വേറൊന്നും കൊണ്ടല്ല. സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ സ്റ്റേജ് മുഴുവനും ഉള്ളതായിരുന്നു. കുവൈറ്റിൽ ചെന്നപ്പോൾ എല്ലാം അടുത്ത കാലങ്ങളിലായിരുന്നു, വമ്പൻ പടങ്ങളായിരുന്നു. ഈ പടങ്ങളെല്ലാം എൻ്റെ പടം ഇത്രയും മനോഹരമായി ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കേരളത്തിലെ എൻ്റെ സഹോദരങ്ങളും അല്ല, പ്രവാസി കൂട്ടായ്മകളും പ്രവാസി മലയാളികളുമാണ് എൻ്റെ ഫോട്ടോകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ളതിൽ എനിക്ക് അവരോട് ഭയങ്കര നന്ദിയുണ്ട്. പക്ഷേ എൻ്റെ പേടി, ഈ ഫോട്ടോകൾ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നതിന് കാരണം വേറൊന്നുമല്ല. നമ്മൾ കേരളീയരല്ലേ, ഒന്നുമില്ലെങ്കിലും മലയാളിയല്ലേ, അങ്ങനെ അങ്ങോട്ട് സഹിക്കുമോ ഈ ഫോട്ടോകൾ നമ്മൾ മറ്റു പലരുടെയും വെക്കാറുള്ളപ്പോൾ? ശരിയല്ലേ? അതാണ് നമ്മുടെ എങ്ങനെ വലിച്ച് താഴെയിടാം എന്ന് നോക്കി നടക്കുന്ന കുറേ പേർ. ആ സ്ഥലത്ത് പ്രവാസി മലയാളികളുടെ ഈ ഫോട്ടോയിൽ നിന്ന്, ഈ കാർഡുകളിൽ നിന്ന്, ഈ പ്രോഗ്രാംസിൽ നിന്ന്, അതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഇസ്ലാമുണ്ട്, പാഴ്സിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ പ്രവാസി മലയാളികളായ സഹോദരങ്ങളുടെ ഈ സന്ദേശത്തിലൂടെ ഞാൻ ചിന്തിച്ചപ്പോൾ, ആരും പറഞ്ഞു തന്നല്ല, എനിക്ക് ബോധ്യപ്പെട്ടത്, ഞങ്ങൾ അന്യരാജ്യത്ത് കിടക്കുന്ന സഹോദരങ്ങൾ രജിത് കുമാറിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് കാണൂ എന്നൊരു സന്ദേശം അതിലൂടെ പുറത്തു വരുന്നതായി എനിക്ക് തോന്നാറുണ്ട്. അതിന് ഞാൻ ആദ്യം അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. കാരണം എനിക്ക് വിശുദ്ധ ഖുർആൻ ഒരു തുള്ളി മാത്രമേ അറിയാവൂ, ബൈബിൾ ഒരു തുള്ളി മാത്രമേ അറിയാവൂ, ഭഗവത്ഗീത എനിക്കറിയാം 2 തുള്ളി, രാമായണം 2 തുള്ളി അറിയാം, ഭാഗവതം അറിയാം. പക്ഷേ ഞാൻ ഭഗവത്ഗീത പറയുമ്പോഴും രാമായണം പറയുമ്പോഴും ഭാഗവതം പറയാൻ നിന്നാലും മഹാഭാരതം പറയാൻ നിൽക്കുമ്പോഴും പലപ്പോഴും എനിക്ക് ആൾക്കാരെ കുറച്ചേ കിട്ടാറുള്ളൂ, കൂടുതൽ കിട്ടാറില്ല. എന്നാൽ ഒരു തുള്ളി മാത്രമുള്ള ഖുർആനിലെ മൂല്യങ്ങളും ബൈബിളിലെ മൂല്യങ്ങളും പറയാനായിട്ട് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഖുർആൻ്റെ മൂല്യങ്ങൾ പറയാനായിട്ട് ഇറങ്ങുമ്പോൾ ധാരാളം സഹോദരങ്ങളെ കിട്ടാറുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിൽ അങ്ങനെ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ ഈ താടിയും രൂപവും എല്ലാം കൂടെ കണ്ടുകൊണ്ട് കുറേ പേര് എന്നെ ISSകാരനാക്കാനും ഇൻ്റർനാഷണൽ ആക്കാനും വേറെ പലരാക്കാനും ചിന്തിക്കാനും ഒക്കെ നേരത്തെ കുറേ നാളിന് മുമ്പൊക്കെ ശ്രമിച്ചിരുന്നു. ഇപ്പം അതെല്ലാം മാറി വരുന്നു.
പലർക്കും മനസ്സിലായി എൻ്റെ ജോലി എന്ന് പറയുന്നത് വേദങ്ങളിലെ നന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. യുവതലമുറ മറിഞ്ഞു വീഴാൻ പോകുന്നത് ഓടയിലേക്കല്ല, അഗാധമായ ഗർത്തത്തിലേക്കാണ് എന്നുള്ളത് യുവതലമുറയിൽ കുറേ പേർക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ പങ്കെടുക്കുന്ന യുവതലമുറയിലെ കുറേ പേർക്ക് ബോധ്യപ്പെടും. ഈ എൻ്റെ ടോക്കുകൾ, എൻ്റെ ക്ലാസ്സുകൾ ചെറുപ്പക്കാരായ 24-25 വയസ്സിന് താഴോട്ടുള്ളവർക്കാണ്. അല്ലാതെ നാളെ പെട്ടിയിലേക്കാകാൻ പോകുന്ന സീനിയറായിട്ടുള്ള അമ്മമാർക്കും ഉമ്മമാർക്കും വാപ്പമാർക്കും ഉള്ളതല്ല. പെട്ടിയിലാവുമോ? ഇല്ല. നാളെ ആകുമെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഭാവിയിൽ പെട്ടിയിലാകും. ഈ അടുത്ത ഇടയ്ക്ക് ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞൊരു സെൻറ്റൻസോടെ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: സാർ, ഞാൻ ഈ കുട്ടികൾ സംസാരിച്ചാൽ അതിൻ്റെ മുതലാളികൾ ആ കുട്ടികളെ എടുത്ത് അവിടെ സൈഡിലെങ്ങാനും വെച്ചേക്കണം. പള്ളിയിലച്ഛൻ പറഞ്ഞത് ഇതാണ്: സാർ, ഞാൻ ഈ മരിച്ച വീടുകളിൽ മരണപ്രഭാഷണം നടത്താൻ പോകും. അറിയാമല്ലോ, ചരമപ്രഭാഷണം. മരിച്ചു കിടക്കുന്ന ആ ജഡത്തിൻ്റെ തലയ്ക്ക് പോയി നിന്ന് അച്ഛൻ പറയും, ഈ മനുഷ്യൻ അതായിരുന്നു, ഈ മനുഷ്യൻ ഇതായിരുന്നു, ഇദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. ഇങ്ങനെ ആ കിടക്കുന്ന ജഡത്തിനെ ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറഞ്ഞു. എന്നിട്ട് ആ അച്ഛൻ തിരിച്ചു മാറി നിന്നപ്പം ഒരാൾ അച്ഛനോട് ചോദിച്ചു വന്നു: അച്ഛോ, ഈ കിടക്കുന്ന സാധനത്തിനെയാണ് അച്ഛൻ ഇതൊക്കെ പറഞ്ഞത്, ശരിയല്ലേ? ആര് ശരിയല്ലേ? ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ചിലർ മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് തീരാത്ത വെടവും നഷ്ടങ്ങളും തന്നിട്ട് പോകും, ശരിയല്ലേ? ആ ഒരു മനുഷ്യൻ്റെ പടം അദ്ദേഹം UAEക്ക് ദുബായ് ഫയർഫോഴ്സിന് ഒരു വലിയ നഷ്ടമാണ്. സ്വന്തം ഒരുപാടൊന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും സ്വന്തം ജീവിതം പോലും ഹോമിച്ചുകൊണ്ട് ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരൻ പയ്യൻ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു പ്രവൃത്തി ചെയ്തപ്പോൾ ആ നൗഷാദ് നമുക്കൊരു നഷ്ടമാണ്. പക്ഷെ നമ്മളിൽ പലരും, നമ്മൾ എന്നോ നിങ്ങളെന്നോ ഞാൻ പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്നവരാണെന്ന് വിചാരിക്കരുത്. എൻ്റെ ആശയം കേരളം, നമ്മുടെ നാട് എന്നുള്ളതാണ്. നമ്മളിൽ പലരും നാളെ മയ്യപ്പെട്ടി കിടന്നാൽ, നമ്മൾ വീണ് കിടന്നാൽ, അല്ലെങ്കിൽ ജിഷയെ കൊന്നവൻ ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ തൂക്കുകയർ കിട്ടി അവനെ ഹാങ് ചെയ്താൽ, തൂക്കിക്കൊന്നാൽ നമ്മൾ എന്താ പറയുക? ഹോ, ഒരു ശല്യം പോയി കിട്ടി, ശരിയല്ലേ? ആണോ അല്ലയോ? ആണ്. അപ്പോൾ എങ്ങനെ മരിക്കണം? ഇതാണ് എനിക്ക് പറയാനുള്ളത്. APJ അബ്ദുൽ കലാം മരിച്ചു. ചെറിയ നഷ്ടമൊന്നും അല്ല നമ്മുടെ രാജ്യത്തിനുള്ളത്, ശരിയല്ലേ? ആണോ അല്ലയോ? ആലോചിക്കണം. അപ്പം നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് ഓർക്കപ്പെടാൻ എന്തെങ്കിലും ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ, ഈ സമൂഹത്തിൽ ഒരു നല്ല അടയാളം ഉണ്ടാക്കിയിടാൻ കഴിയാതെയാണ് ഓരോ പെൺകുട്ടിയും, മലാല യൂസഫ് ഭാവിയിൽ മരിക്കുമ്പോൾ ഒരു നഷ്ടമായിരിക്കും, ഒരു വിടവായിരിക്കും. ഉസൈൻ ബോൾട്ട് മരിക്കുമ്പോൾ ഒരു നഷ്ടമായിരിക്കും. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു നഷ്ടമായിരിക്കും. റൊണാൾഡോ ആ ബ്രസീൽ അല്ലെങ്കിൽ അവർക്ക് ഒരു നഷ്ടമായിരിക്കും. അർജൻറ്റീന, ഓരോ ടീമുകൾക്കും, ആ ഓരോ രാജ്യത്തിനും. ഇവിടെ ഫുട്ബോൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ മക്കളെ അഴിച്ചുവിട്ട് വളർത്തണമോ, അതോ ഭാവിയിൽ മഹാ ആചാര്യന്മാരും മഹത്തുക്കളും ശ്രേഷ്ഠതയുള്ളവരും ലോകത്തിലെ ജനങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ ഓരോ മക്കളെയും വളർത്തണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത് ആരാ? മാതാപിതാക്കൾ അങ്ങനെ തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും ഒരുവിധമെങ്കിലും ബുദ്ധിയുള്ള ചെറുപ്പക്കാരും ചിന്തിക്കേണ്ടത് തൻ്റെ പേര് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറണം എന്ന് പറയുന്ന ഒരാശയത്തിലേക്കാണ്. ഇവിടെ ഞാൻ ഖുർആൻ്റെ ആശയത്തിൽ ഒരു വചനം, ഒരായത്ത് ഞാൻ ഒന്നുകൂടെ അടുത്തത് കോട്ട് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ മുൻഗാമികളിൽ ധാരാളം പേരും പിൻഗാമികളിൽ വളരെ കുറച്ചു പേരുമെന്ന്. ശരിയല്ലേ? ആരും കേട്ടിട്ടില്ല? ഇത് ഖുർആനിലുള്ളതല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് സംശയമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഞാൻ കണക്ക് കൂട്ടുമ്പോൾ അത് വളരെ സത്യമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്മ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ പൂർണ്ണമായി മരിച്ചിട്ടില്ല. നന്മ കുറേയെങ്കിലും വറ്റാതെ നിൽക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരാര് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും,
പ്രവാസി കൂട്ടായ്മകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അത് ഡയാലിസിസ് യൂണിറ്റിലൂടെ ആയാലും, ബ്ലഡ് ഡൊണേഷനിലൂടെ ആയാലും, ആഹാരം കൊടുക്കുന്നതിലായാലും, മെഡിസിൻ സപ്ലൈ ചെയ്യുന്നതിലായാലും, മറ്റ് പല പല പ്രവർത്തനങ്ങളിലായപ്പോൾ പ്രവാസി കൂട്ടായ്മകളിൽ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ അവരോട് പറഞ്ഞു തുടങ്ങി, ഇത് മാത്രം പോരാ, നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തിരുമേനി പറഞ്ഞു തന്ന ഒരു കാര്യം കൂടെ ചെയ്യണം. അദ്ദേഹം കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം ഇതായിരുന്നു: ഒരടിമയെ റിലീസ് ചെയ്യണമെങ്കിൽ, ഒരടിമയെ സ്വതന്ത്രമാക്കണമെങ്കിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? ആ അടിമ 10 പേരെ പഠിപ്പിച്ചു കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം, അറിവ് കൊടുക്കണം എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാസി കൂട്ടായ്മകളായ നേതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, തിന്നാൻ ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യം, അന്നദാനം. ധനം കൊടുക്കുന്നതും നല്ല കാര്യം. ഈ ധനം ചാരായക്കുപ്പിയിലേക്ക് പോകുന്നോ അതോ വേറെ പലതിലേക്കും പോകുന്നോ എന്നുകൂടെ അന്വേഷിച്ചില്ല എങ്കിൽ ഇരിക്കുന്നത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാതെ നീ വേദത്തിൻ്റെ ആശയങ്ങൾ കൊടുക്കരുത് എന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന് ശുദ്ധിയില്ലാത്തവരുടെ മുമ്പിൽ വേദങ്ങളിലെ ആശയങ്ങളും സന്ദേശങ്ങളും കൊടുക്കരുത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ 12 വർഷം മുമ്പ് ശുദ്ധി കുറഞ്ഞവനായിരുന്നു. ഓരോ ദിവസം തോറും ശുദ്ധീകരിച്ച് വന്നാൽ മാത്രമേ ഏറ്റവും വലിയ ശുദ്ധീകരണം മൊത്തം നിറഞ്ഞു കിടക്കുന്ന യഥാർത്ഥ പരിശുദ്ധനായിട്ടുള്ള ആ സ്രഷ്ടാവിലേക്ക് വിശ്വാസിയാണെങ്കിൽ നിനക്ക് എത്തിച്ചേരാൻ പറ്റൂ. അവിശ്വാസിയാണെങ്കിലും KT കോവൂര് സാറ് ഈ അടുത്ത ഇടയ്ക്ക് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ലാസ്റ്റിൽ പറഞ്ഞുകൊണ്ട് പോയ വാക്കിതായിരുന്നു: ഒരു ശക്തിയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, പക്ഷേ അത് ഞാൻ തിരിച്ചറിയാൻ താമസമില്ല. അപ്പം നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോളൂ. എനിക്കൊത്തിരി വിശ്വാസങ്ങളും അനുഭവങ്ങളും വരുന്നു, അത് ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാനൊരു ബയോളജി അധ്യാപകനും കൂടെയാണ്. ഇതിനകത്ത് +1 +2 ബയോളജി പഠിച്ച് കഴിഞ്ഞവരോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കുമോ? +1 +2 ബയോളജി ഈ സമയങ്ങളിൽ നിങ്ങൾ ബയോളജി പഠിക്കാൻ വേണ്ടി NCERT പുസ്തകത്തിൻ്റെ റെഫറൻസ് പുസ്തകമായി ന്യൂ ജ്യോതി പബ്ലിക്കേഷൻസിൻ്റെ ബയോളജി, ബോട്ടണി, സുവോളജി, ലാബ് മാനുവൽ, ന്യൂ ജ്യോതി ബയോളജി പുസ്തകം +1 +2 കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കുകയെ. നേരെ പൊക്കൂ. ഒരു കൈ, 2 കൈ ബാക്കിലേക്കാണ്. ആ പുസ്തകം എഴുതുന്ന ആരെന്നറിയാമോ? വീട്ടിൽ പോയി തുറന്നു നോക്കിയാൽ +2-ലാണോ പഠിക്കുന്നത്? ആണോ? ആണ്. ബുക്ക് തുറന്നു നോക്കുമ്പോൾ ഒരു പേര് കാണാൻ പറ്റും. ആ പുസ്തകം എഴുതുന്നത് ഡോക്ടർ രജിത് കുമാർ എന്നൊരു പേര് കാണാൻ പറ്റും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പടച്ചോൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ +1 +2 ബയോളജി പുസ്തകം എഴുതാൻ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. ആ ബയോളജിയുടെ ആധികാരികമായി നിന്നുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴും പ്രാർത്ഥിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ: എൻ്റെ ദൈവമേ 2 ബയോളജി കുട്ടികളെ ക്ലാസ്സിനകത്ത് തരണേ എന്ന്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറയുന്ന സത്യങ്ങളിൽ പലതും നിങ്ങളാരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ എത്രയെല്ലാം സത്യങ്ങൾ പറഞ്ഞാലും ശരി, ജനങ്ങളിൽ അധികം പേരും സത്യം വിശ്വസിക്കില്ല എന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. കാരണം നമ്മളിൽ പലർക്കും ആവശ്യം കള്ളത്തരങ്ങളും സുഖിപ്പിക്കലുകളും പൊക്കിപ്പറയലുകളും മാറ്റിപ്പറയലുകളുമായിരുന്നു. അങ്ങനെ പറയുന്നവനെക്കുറിച്ചാണ് കൃത്യമായി പ്രവാചക നബി തിരുമേനി പഠിപ്പിച്ചത് കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാൻ പറയാതെ തന്നെ അറിയാലോ, നാക്കെടുത്താൽ കള്ളം പറയുക. അപ്പം ഇരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളോട്, നീ വിശ്വാസിയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം, നീ അമ്പലത്തിൽ പോകുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം, ചർച്ചിലും പള്ളിയിലും പോകുമെങ്കിൽ സന്തോഷം, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം, പക്ഷേ നീ നിൻ്റെ മാതാപിതാക്കളോട് കള്ളം പറഞ്ഞിട്ട് നീ പ്രാർത്ഥനയും നിഷ്ഠയും നടത്തുന്നതുകൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ മക്കളുടെ ഉള്ളിൽ മാതാപിതാക്കളെക്കുറിച്ചൊരു ഭയഭക്തി, ബഹുമാന, ആദരങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് പലയിടത്തും മത്സരങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ നോക്കിയാൽ അമ്മയും മകളും തമ്മിലാണ് മത്സരിക്കുന്നത്. എന്തിനാ? ലെഗിൻസ് ഇട്ട് മത്സരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ അച്ഛന്മാരും മക്കളും തമ്മിൽ മത്സരിക്കുകയാണ്. ഏറ്റവും ചെറിയ നിക്കർ ആരിടും, അതിനേക്കാൾ ചെറുത് ആരിടും എന്ന്. ബർമുഡയെന്നും അതും ഇതെന്നൊക്കെ പേരുകളൊക്കെ പറയാം. കുറച്ച് താമസിയാതെ കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ നിക്കറിട്ട പയ്യന്മാരും ഒക്കെ പഠിക്കാൻ വരുന്നതായിട്ട് കാണാം. പുരോഗമനമല്ലേ? പക്ഷേ അതാണോ പുരോഗമനം? അതോ സ്വന്തം ജീനുകളെയും ക്രോമസോമുകളിലും മാറ്റം വരുത്തിക്കൊണ്ട് അടുത്ത തലമുറ മക്കളെ ഏറ്റവും കിടിലമായി ജനിപ്പിക്കാൻ കഴിയുന്ന സീക്രട്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ആർക്കാ പറഞ്ഞു കൊടുക്കുക?
മനസ്സിലാക്കാൻ കഴിവുള്ളവനും ഉൾക്കൊള്ളാൻ കഴിവുള്ളവനും അത് എടുക്കാൻ താല്പര്യമുള്ളവനും അല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇത് ഇടത് കൈയിൽ പപ്സ്, വലത് കൈയിൽ കുഴിമന്തി, പിന്നെ ഇടത് കൈയിൽ ചിക്കൻ ബിരിയാണി, പിന്നെ ബ്രോസ്റ്ററ്റ്, പിന്നെ റോസ്റ്ററ്റ് എന്ന് വേണ്ട ലോകത്തിലെ എല്ലാ മന്തികളും വാരി നമ്മൾ തിന്ന് നടക്കുന്നു. പ്രവാസി കൂട്ടായ്മ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി തന്നെ സ്നേഹപൂർവ്വം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് ഗുണമുള്ള നന്മ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നീ നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മത്സരപൂർവ്വം മുമ്പോട്ട് വരൂ എന്ന്. രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. മത്സരപൂർവം എന്ന് എന്തിനു പറഞ്ഞു? നല്ല കാര്യങ്ങളിൽ മുമ്പോട്ട് വരൂ എന്ന് പറഞ്ഞാൽ പോരെ? നല്ല കാര്യങ്ങളിൽ മത്സരപൂർവം മുമ്പോട്ട് വരൂ. 2, നന്മകാര്യങ്ങളിൽ, നന്മയുള്ള പ്രവർത്തനങ്ങളിൽ പ്രവാസി കൂട്ടായ്മകൾ മുമ്പോട്ട് വരുന്നു. വളരെ സന്തോഷം. പക്ഷേ മറ്റൊരു സത്യം കൂടെ ഞാൻ പറയട്ടെ. ഏറ്റവും കൂടുതൽ പണം ദൂർത്തടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവാസി കൂട്ടായ്മകളുടെ കുടുംബങ്ങളിലെ പല മക്കളുമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വേദനയോടെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങൾ ഞാൻ ഇത് പറയുമ്പോൾ വൻ കയ്യടിയാണ്. ഇവിടെ പക്ഷേ അത് അനങ്ങിയില്ല. ഞാൻ റൈറ്റിങ്ങും റീഡിങ്ങും ചെയ്യുന്ന ആളാണ്. കാരണം ഇടത് കൈയിൽ 2 ചെറിയ കുട്ടിയിൽ 4 വയസ്സും 2 വയസ്സും 5 വയസ്സും 10 വയസ്സുള്ള കുട്ടിയുടെ ഇടത് കൈയിൽ ഒരു മൊബൈൽ ഫോൺ കുട്ടിവാപ്പ കൊടുത്തതും വലത് കൈയിൽ മറ്റൊരു മൊബൈൽ ഫോൺ വലിയ വാപ്പ കൊടുത്തതും, അങ്ങനെ വേണ്ടാത്ത സാധനം എന്ന് തന്നെ ഞാൻ പറയുന്നു കുട്ടികൾക്ക്. കാരണം അതിൻ്റെ മൈക്രോവേവുകൾ അടിച്ചടിച്ച് ഈ കുട്ടികൾ ഇമ്പോർട്ടൻ്റായും ഈ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ച പോയും ചെവിയുടെ കേൾവിശക്തി പോയും ഈ കുട്ടികൾ അടുത്ത തലമുറ മക്കളെ പ്രസവിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവിക്ക് കേൾവിയില്ലാത്ത, അന്ധരും ബധിരം പാർഷ്യലിയായിട്ടുള്ള കുട്ടികൾക്ക് ജന്മം നൽകുന്നതായിരിക്കും പടച്ചോൻ കൊടുക്കുന്ന ശിക്ഷ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞത്, അഹങ്കാരിയുടെ ഭവനം കർത്താവ് തകർക്കും എന്ന്. കർത്താവ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ, പടച്ചോൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം, ഈ പ്രപഞ്ച സൃഷ്ടാവ്. ചില മക്കൾ അച്ഛന്മാരെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. വാപ്പ, അപ്പ, പപ്പ, കുപ്പി, വാപ്പി, ഡാഡി, ഈ പല പല പേരിട്ട് സോപ്പിട്ട് വിളിക്കും. കാരണം കാര്യം സാധിക്കണ്ടേ. പക്ഷെ ഈ പല പല പേരിട്ട് വിളിച്ചാലും ആളൊന്നു തന്നെയല്ലേ? അല്ലേ? എൻ്റെ കണ്ണുനീരും നിൻ്റെ കണ്ണുനീരും തുല്യമാണ്. എൻ്റെ രക്തവും നിൻ്റെ രക്തവും തുല്യമാണ്. പല ഗ്രൂപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ രക്തം ചുവപ്പാണ്. കോശങ്ങൾ പരിശോധിച്ച് വെച്ചാൽ സെയിമാണ്. എന്നിലും നിന്നിലുമുള്ള ഏക വ്യത്യാസം DNA-കളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ്. ശരിയാണോ തെറ്റാണോ? +2 ബയോളജി 2ാമത്തെ യൂണിറ്റ് ജനറ്റിക്സ്. DNA-യിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ അറേഞ്ച് ചെയ്യുന്നതിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് നമ്മൾ കുറച്ച് രൂപം കൊണ്ട് മാറിയിരിക്കുന്നത്. അല്ലാതെ ബേസിക്കലി നമ്മളെല്ലാവരും ഒന്നാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആത്മാക്കളും ഒരാത്മാവിൽ നിന്നുള്ള സൃഷ്ടിയാണ് എന്ന്. ഇത് മതപ്രഭാഷണ പരമ്പരയല്ല കേട്ടോ. അത് പ്രസംഗിക്കാനാണെങ്കിൽ എന്നെക്കാൾ വളരെ മിടുക്കന്മാരായ പണ്ഡിതന്മാരിവിടെ ഉണ്ട്. ഞാൻ അതിനകത്തെ ശാസ്ത്രങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്പം സയൻസ് കേട്ടാൽ അത് മനസ്സിലാക്കുന്ന വിധത്തിലാണ് എൻ്റെ ക്ലാസ്. ഞാൻ ചെറിയൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സുകളും എൻ്റെ വാക്കുകളും ചെറുതാണ്. അപ്പോൾ ഭഗവത്ഗീത, അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത ഒരു പേപ്പറായി പഠിപ്പിക്കുന്നു. അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല. പിന്നെ എന്താ? അത് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. അമ്പലത്തിൽ പോകുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. 2, ഓക്കെ, സന്തോഷം. ദെൻ ചർച്ചിൽ പോകുന്നവരുണ്ടെങ്കിൽ, കുർബാനയെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ കൈപൊക്കിയേ. ആരും? 2 പേർ, ഓക്കെ. നിസ്കരിക്കുന്നവരൊന്ന് കൈപൊക്കിയേ. വളരെ സന്തോഷം. ഞാൻ ഈ ചോദിച്ചത് ഹിന്ദു ഉണ്ടോ, ക്രിസ്ത്യൻ ഉണ്ടോ, ഇസ്ലാം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറില്ല. മറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യം അവരുടെ ആരാധനാലയങ്ങളും ദേവാലയങ്ങളിലൂടെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം 3 സമുദായത്തെ 3 ആരാധനാലയങ്ങളിൽ പോകുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. വളരെ സന്തോഷം. എല്ലാവരെയും എനിക്ക് സന്തോഷിപ്പിച്ചല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഭഗവത്ഗീത ഞാൻ പറയാതെ പോയാൽ എൻ്റെ സഹോദരങ്ങൾ പറയും ഞാനത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന്. അല്ല, ഓഡിയൻസ് ഏതാണോ കൂടുതലുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഞാനല്ല തീരുമാനിക്കുന്നത്, അത് ഡിവൈൻ പ്രിൻസിപ്പിൾ തീരുമാനിക്കും. ആ ഡിവൈൻ പ്രിൻസിപ്പലിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ മത്തായി 18 പറയുന്നത്. അവർ ചർച്ച ബൈബിൾ വായിക്കുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത് പറയുന്നു. എനിവേ, വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങൾ 2 or 3 പേർ ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മധ്യേ 4ാമനായി കർത്താവ് ഉണ്ടായിരിക്കും.
2 3 പേർ കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആൻ പറയുന്നു 58-ാം സൂറത്ത്, നിങ്ങൾ 2 3 പേർ ചേർന്ന് പരദൂഷണം പറയുന്നതിൻ്റെ ഇടയിൽ 4-മനായി അള്ളാഹു ഉണ്ടാകാതിരിക്കില്ല എന്ന്. ഞാൻ അതുകൊണ്ടാണ്, ആ വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്തിച്ചേരും എന്നുള്ളത്. അത് ചിലർക്ക് കാണാനും പറ്റും, അനുഭവിച്ചറിയാനും പറ്റും. കാണാൻ പറ്റുമോ സാർ? ഈ കണ്ണുകൊണ്ടല്ല എന്ന് കൃത്യമായി വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് ഏതാ? നമ്മൾ കാണുന്നത് ചാനലുകളും പരിപാടികളും ചന്ദനമഴകളും സീരിയൽ